പി.വി. അൻവറിന്റെ എം.എൽ.എ. ഓഫീസ് ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസായി പ്രവർത്തിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തൃണമൂൽ കോൺഗ്രസ് സജീവമാകുന്നതിന്റെ സൂചന കൂടിയാണ് ഈ മാറ്റം. പി.വി. അൻവറിന്റെ എം.എൽ.എ. ഓഫീസ് ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസായി പ്രവർത്തിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തൃണമൂൽ കോൺഗ്രസ് സജീവമാകുന്നതിന്റെ സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. കഴിഞ്ഞ 9 വർഷത്തോളം പി.വി. അൻവറിന്റെ എം.എൽ.എ. ഓഫീസായി പ്രവർത്തിച്ച ബിൽഡിംഗിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുതിയ ബോർഡ് സ്ഥാപിച്ചത്. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയുടെ ഫോട്ടോ ഉൾപ്പെടെ ബോർഡിലുണ്ട്. 2016 ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി വിജയിച്ചതോടെയാണ് ആര്യാടൻ മുഹമ്മദിന്റെ വീടിന് സമീപം അൻവർ എം.എൽ.എ. ക്യാമ്പ് ഓഫീസ് തുറന്നത്. ഏതായാലും 8.5 വർഷം ഇടതു നേതാക്കൾ കയറിയിറങ്ങിയ ഓഫീസ് ഇനി തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഓഫീസായി പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.